അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ യുതിഉർ റസൂല ഫഖദ് അതാഅല്ലാഹ്. സദഖല്ലാഹുൽ അസീം. ഔസാഫുഹു മാ യൻതഹി തഅദാദുഹാ ഫൽമദ്ഹു യക്സുറു അൻ ബുലൂഇൽ മഖ്സദി. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ അദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, ഉമ്മ പെങ്ങന്മാർ, പ്രവാചക പ്രേമത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന റബീഇന്റെ വസന്തരാവുകൾക്ക് ചന്ദ്രോദയം കണ്ടതു മുതൽ വിശ്വാസി മാനസമഖിലവും മദീനയുടെ മന്ദാരപ്പൂവിന്റെ നറുമണഗന്ധം കുളിർക്കാറ്റിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും പ്രവാചക പ്രഭുവിനെ പ്രകീർത്തിക്കുമ്പോൾ മഹത്തായ ഈ സംരംഭത്തിൽ എളിയവന് പ്രസംഗിക്കാൻ ഭാഗ്യം തന്ന സർവാധിപന് സർവോപരി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാന്യരെ, ഇന്ന് അല്ല എന്നും എപ്പോഴും ലോകം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായതുകൊണ്ട് തന്നെ വിശ്വപ്രവാചകരുടെ ഒരു വാക്ക് വിശദീകരിക്കാൻ പോലും വിവരം കേട്ട ഈ ലോകത്തിന് സാധ്യമല്ല. ഡാർക്ക് ഏജ് എന്നും ഏജ് ഓഫ് ഇഗ്നറൻസ് എന്നും അന്ധകാര യുഗമെന്നും അജ്ഞാത കാലഘട്ടമെന്നുമൊക്കെ ചരിത്രകാരന്മാർ പേരിട്ട 6-ാം നൂറ്റാണ്ടിൽ ഒരു പ്രകാശ ഗോപുരമായിട്ടാണ് മക്കാമണലാരുണ്യത്തിലെ പ്രവാചകരുടെ ജനനം. മാലാഖമാർക്ക് പോലും കടന്നു ചെല്ലാനാവാത്ത പൂർവാകാശത്തിനും അപ്പുറം ലൗഹുൽ മഹ്ഫൂദിൽ ചെന്നു സൃഷ്ടാവിന്റെ സാമീപ്യവും അവന്റെ പുകഴ്ചകളും നേടിയ മഹാത്മാവിന്റെ മദ്ഹ് പറയാൻ പോയിട്ട് അവിടുത്തെ ഒരു വാക്ക് വിശദീകരിക്കാൻ വരെ നമുക്കാവില്ല. നോക്കൂ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നാണ് നാം പറയുക? അന്ധവിശ്വാസ ധംസകനായ പ്രവാചകനെന്നോ, നീതിമാനായ ന്യായാധിപനെന്നോ, മാനവിക ഐക്യത്തിന്റെ സന്ദേശവാഹകനെന്നോ? ഇല്ല, ഈ വാക്കുകൾ കൊണ്ട് മതിയാകില്ല. നോക്കുക, ലഹരി വിരുദ്ധനായ പ്രവാചകൻ എന്ന് പറഞ്ഞാലോ, സമൂഹത്തിന്റെ ഗതിയെറിഞ്ഞ മനഃശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചാലോ, ലോകത്തിന്റെ മർമ്മമറിഞ്ഞ വിശ്വകൻ എന്ന് വിളിച്ചാലോ ഇല്ല, മതിയാകില്ല. വിദഗ്ധനായ സാമ്പത്തിക ആസൂത്രകനാണ്, തൊഴിലാളികളുടെ വിശ്വസ്ത തോഴനാണ്, പ്രജാവത്സരനായ ഭരണാധികാരിയാണ്, അധസ്ഥിത പീഡിത വർഗത്തിന്റെ വിമോചകനാണ്. ഈ വാക്കുകൾ കൊണ്ടൊന്നും പരിചയപ്പെടുത്തിയാൽ മതിയാകുന്നതല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തിരുനബി കുട്ടികളുടെ കൂട്ടാളിയല്ലേ, മഹൽമതിയായ സാഹിത്യോപാസകനല്ലേ, പ്രഗത്ഭനായ പ്രസംഗകനല്ലേ? അതെ, ഇതെല്ലാമാണ്. ഇനിയും പലതാണ്. വനിതാ വിമോചകനാണ് തിരുനബി. വിപ്ലവം നയിച്ച സമാധാന പ്രേമിയാണ്. ആത്മസംസ്കരണത്തിന്റെ ആചാര്യനാണവർ. വിദ്യാവിപ്ലവത്തിന്റെ വിധാതാവായ ഹബീബ് മതസൗഹാർദ്ദത്തിന്റെ പ്രയോക്താവ് കൂടിയാണ്. അനുസരണയുള്ള മകനെന്ന് പരിചയപ്പെടുത്താം, സ്നേഹവത്സലനായ പിതാവെന്ന് വിളിക്കാം, ആദരണീയനായ ഭർത്താവെന്നുമാകാം, ധർമ്മബോധമുള്ള യുവാവെന്ന് വിശേഷിപ്പിക്കാം, തന്ത്രജ്ഞനായ പ്രബോധകൻ എന്ന് പേരിടാം. സഹജീവികളുടെ സഹചാരിയാണവർ. കഷ്ടപ്പെടുന്നവന്റെ രക്ഷകനാണവർ. എന്തിനേറെ പാടിയോ പറഞ്ഞോ എഴുതിയോ തിട്ടപ്പെടുത്താനാവാത്ത അത്രക്കും വിശാലമായ അത്ഭുതങ്ങളുടെ നിധികുംഭമാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫൽമദ്ഹു യക്സുറു അൻ ബുലൂഇൽ മഖ്സദി. അതിനാൽ പാരാവാരം കണക്കെ പരന്നു കിടക്കുന്ന അവിടുത്തെ ജീവിതത്തിലേക്കുള്ള ഒരു ചൂണ്ടുവിരൽ മാത്രമാണ് എന്റെ ഈ കൊച്ചു പ്രസംഗം. ബഹുമാന്യരെ, കാരുണ്യവും ധൈര്യവും ഉത്സാഹവും ധർമ്മബോധവും ദാനശീലയും ഒരുമിച്ച് കൂടിയ മിതഭോജനവും കരാർ പാലനവും വിനയവും വിശ്വസ്തതയും ഒത്തൊരുമിച്ച സഹിഷ്ണുതയും കൃത്യനിഷ്ഠയും ക്ഷമയും ലജ്ജയും നിറഞ്ഞ തമാശ, ബുദ്ധി, ഭക്തി, ശക്തി തുടങ്ങി അനന്തമായ സഗുണങ്ങളുടെ സമ്മേളനമാണ് തിരുനബി. സംഘാടകനായ തിരുനബി ഒരു നല്ല പ്രബോധകനാണ്, വ്യാപാരിയുമാണ്, ആട്ടിടയനുമാണ്, പതികൻ മാത്രമല്ല തൊഴിലാളി കൂടിയാണ്. യജമാനിന്റെ റോളുണ്ട്, മുതലാളിയുടേതുമുണ്ട്. ആരോഗ്യ ദൃഢഗാത്രനാണ്, ശക്തരിൽ ശക്തനാണ്, കാതികനും കലാകാരനുമാണ്, സാഹിത്യകാരനും കവിയുമാണ്, കായിക പ്രേമിയും കായികാഭ്യാസിയുമാണ്. ഗുരുനാഥൻ എന്ന അർത്ഥത്തിൽ അയൽവാസിയുടെ റോളിൽ, സദസ്യൻ എന്ന സ്ഥാനത്ത്, വല്ലുപ്പ എന്ന പദവി, അമ്മോഷൻ എന്ന രംഗത്ത്, എല്ലാത്തിലും തിരുനബി മാതൃകയാണ്, പാഠമാണ്. അവിടുത്തെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, എഴുതിയാൽ അവസാനിക്കില്ല. അതെ, അവിടുന്ന് സമ്പൂർണരാണ്, സമ്പൂർണരിൽ സമ്പൂർണരാണ്. മിണ്ടാ പ്രാണികളോടുള്ള പ്രവാചകരുടെ സ്നേഹം നോക്കുക. പാൽ കറക്കുന്നവൻ മൃഗത്തെ വേദനിപ്പിക്കരുതെന്നും നഖം മുറിക്കണമെന്നും പഠിപ്പിച്ച
പ്രവാചകർ കള്ളപ്പക്ഷിയിൽ നിന്നും കുഞ്ഞു പക്ഷിയെ വേർപ്പെടുത്തരുതെന്ന് കൂടി പഠിപ്പിച്ചില്ലേ? എന്തിനേറെ ഇതര മതസ്ഥരോടുള്ള പ്രവാചകരുടെ കാരുണ്യത്തിന് ഒരു ഉദാഹരണം നോക്കുക. ഇസ്ലാം ഭീകര മതമാണ് എന്ന് കൂടി ഇതിൽ നിന്നും തെളിയും. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാം മതത്തിലേക്ക് നിർബന്ധിച്ച് ആളെ കൂട്ടേണ്ടതില്ല. ആരെയും നിർബന്ധിച്ച് മുസ്ലിമാക്കരുത്. സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിമാകുന്നത് കൊണ്ട് വിരോധവുമില്ല. ഇസ്ലാമിൽ വീരത്വമില്ല. എന്നാൽ അതിക്രമിച്ചാരെയും ഒന്നും ചെയ്യരുത്. സ്വയം സംരക്ഷണത്തിന് പ്രതിരോധമാകാം. ഒരു മതത്തെയും കുറ്റം പറയരുതെന്നും അവരുടെ മതചിഹ്നങ്ങളെയോ മത നേതാക്കളെയോ അവഹേളിക്കരുതെന്നും പഠിപ്പിച്ച പ്രവാചകർ നിർബന്ധ ഘട്ടങ്ങളിൽ യുദ്ധങ്ങളിൽ പോലും അവരിലെ സ്ത്രീകളെയോ കുട്ടികളെയോ ആക്രമിക്കരുതെന്ന് കൂടി പഠിപ്പിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സത്യനിഷേധികളെ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല. ലക്കും ദീനുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലുതാണ്. വലിയ ദീൻ. എനിക്ക് എന്റെ മതമാണ് വലുത്. ആയതുകൊണ്ട് നിങ്ങളുടെ മതത്തെ ഞാൻ ആക്ഷേപിക്കില്ല, എന്റെ മതത്തെ നിങ്ങളും ആക്ഷേപിക്കരുത്. ഇതാണ് പ്രവാചകരുടെ മാതൃക. ആ പ്രവാചകരെ കുറിച്ച് പറഞ്ഞാലുണ്ടോ തീരുന്നു. അവിടുത്തെ കുറിച്ച് ആദ്യവും അവസാനവും അല്ലാഹുവിന്റെ ഏതാനും വിശേഷണങ്ങളെ നമുക്ക് പറയാനുണ്ടോ? യാസീൻ, സമ്പൂർണ്ണ മനുഷ്യ, ഇന്നക ലമിനൽ മുർസലീൻ. നിങ്ങൾ മുർസലുകളിൽ ഉന്നതനാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. താങ്കൾ ഉദാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ്. ആയതിനാൽ വറഫഅനാ ലക സിക്റക. താങ്കളുടെ സ്മരണ നാം ഉന്നതിയിലെത്തിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാന കാര്യം കൂടി ഉണർത്തി ഞാൻ നിർത്തുകയാണ്. മൻ യുതീഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആരെങ്കിലും റസൂലിനെ വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടു. അതുകൊണ്ട് റസൂലിനെ പൂർണ്ണമായി പിൻപറ്റി ജീവിക്കാൻ നാം സജ്ജരാകുക. നബിയെ കുറിച്ച് കൂടുതൽ പാടാനും പറയാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംഗതി മോനെ